പകുതി മാർക്ക് വരെ കിട്ടും. 4/1 കാര്യങ്ങൾ പഠിച്ചിട്ട് പകുതി മാർക്ക് നേടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ദെൻ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ 12 ടോപ്പിക്കുകളുണ്ട്. അതിൽ 3 ടോപ്പിക്കുകൾ ഞാൻ സെലക്ട് ചെയ്തത്. ഒന്ന് നദികൾ, പിന്നെ കൃഷി, ഇന്ത്യയുടെ കൃഷി, കാർഷിക കാലങ്ങൾ, വിളവ് കാലങ്ങൾ, വിളകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. 8 മൊഡ്യൂളുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഓരോ മൊഡ്യൂളിലും കുറേ പോയിന്റുകളുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സബ് ടോപ്പിക്കുകളുണ്ട്. അത് ഞാൻ ചേർത്തിട്ടില്ല. 8 ടോപ്പിക്കായിട്ട് അതിനെ കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ ഇപ്പോൾ അടുത്ത കാലത്തെ ഇന്ന് അങ്ങോട്ടേക്ക് ഒരു 3-4 കൊല്ലത്ത് പഠിക്കുക. അതിൻ്റെ ജേതാക്കൾ, അത് അവാർഡ് ജേതാക്കൾ ആരൊക്കെയാണ്, അവർ അർഹമായ കൃതികൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം പഠിക്കുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ CPO WCPO പരീക്ഷകൾ അതങ്ങ് അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ പരീക്ഷയുടെ അവസാന ഒരു ടൈമിൽ, അവസാനത്തെ കുറച്ച് ആഴ്ചകൾ നിലനിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫൈനൽ റിവിഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്നും പഠിക്കാത്ത ആളുകൾക്ക് വളരെ പെട്ടെന്ന് കുറച്ച് മാർക്കുകൾ നേടാൻ വേണ്ടിയിട്ട് ഏറ്റവും ട്രെൻഡ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളിൽ, ഇത്തരം പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ചില ടോപ്പിക്കുകൾ വെച്ചുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ഞാൻ നിങ്ങൾക്ക് നൽകാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ CPO WCPO ബ്ലൂ പ്രിൻ്റ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ GK ഏരിയ നോക്കുകയാണെങ്കിൽ ഒരു 160ഓളം ടോപ്പിക്കുകൾ അവിടെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളായിട്ട് കിടക്കുന്നുണ്ട്. ഓരോ വിഷയവും കുറിച്ച് നോക്കുകയാണെങ്കിൽ 160-ൽ പരം ടോപ്പിക്കുകൾ കിടക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് കൂടാതെ 160ഓളം ടോപ്പിക്കുകളുണ്ട്. ആ 160ഓളം ടോപ്പിക്കുകളിൽ ഒരു 40ഓളം ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് 4-ൽ 1 ഭാഗം. 4-ൽ 1 ഭാഗം പഠിച്ചാൽ എത്ര മാർക്കാണ് കിട്ടേണ്ടത്? സാധാരണഗതിയിൽ 4-ൽ 1 ഭാഗം മാർക്കല്ലേ കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ അതല്ല, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പകുതി മാർക്ക് വരെ കിട്ടും. 4/1 കാര്യങ്ങൾ പഠിച്ചിട്ട് പകുതി മാർക്ക് നേടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഈ 4/1 പഠിക്കുന്ന കാര്യങ്ങൾ, പഠിക്കാനുള്ളതിൻ്റെ കാൽഭാഗം പഠിച്ചിട്ട് അരഭാഗം മാർക്ക് നേടുന്നതാണ് പരിപാടി. അതായത് കാൽഭാഗം എന്ന് പറയുന്നത്, ഈ കാൽഭാഗം എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ട്രെൻഡി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അതുകൊണ്ട് അത് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ പ്രശസ്ത ആയിട്ടുള്ള ആളുകൾ, അത്യാവശ്യം ഇംഗ്ലീഷും മാത്സും മലയാളവും ഒക്കെ കയ്യിലുണ്ട്, സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ കുറച്ച് അറിയാം, ഇവിടെ നിന്നും കുറച്ച് മാർക്ക് സ്കോർ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ അവസാന ടൈമിൽ ഈ പറഞ്ഞ ടോപ്പിക്കുകളിലൂടെ കടന്നു പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റാങ്കിലേക്ക് എത്താൻ പറ്റും. അതേപോലെ തന്നെ നന്നായിട്ട് റിവിഷൻ ചെയ്ത ആളുകളാണെങ്കിൽ ഇനി മൊത്തം റിവിഷൻ ചെയ്യാൻ എനിക്ക് സമയമില്ല, ഈ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൂടെ ഒന്ന് റിവിഷൻ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ബ്ലൂ പ്രിൻ്റ് കൊണ്ട് എന്നും ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ അവസാന ഘട്ടത്തിൽ ഇതെന്തിനാണ് ഈ അവസാന ഘട്ടത്തിൽ തരുന്നതെന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ഇത് അവസാന ഘട്ടത്തിൽ തരുന്ന സാധനമാണ്. നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളെ അവലോകനം ചെയ്തുകൊണ്ട് അവസാന ഘട്ടത്തിൽ തരുന്ന കാര്യമാണ്. ഇത് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ, നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ എൻട്രിയിൽ ഉണ്ടാവും. അതേപോലെ തന്നെ CPOക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം എൻട്രിയിൽ ടെസ്റ്റ് സീരീസ് ഉണ്ട് അല്ലേ? 60-ൽ പരം 60ഓളം ടെസ്റ്റ് സീരീസ് അടങ്ങിയിട്ടുള്ള, മോഡൽ എക്സാമുകൾ അടങ്ങിയിട്ടുള്ള 3, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പരീക്ഷ വരെ എന്താണ് നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സും ലഭിക്കുന്ന 3 മാസത്തെ കോഴ്സ് വാലിഡിറ്റിയുള്ള വെറും 399 രൂപയ്ക്ക് അങ്ങനെ ഒരു കോഴ്സും ഇപ്പോൾ എൻട്രിയിൽ നിലവിലുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ബ്ലൂ പ്രിൻറ്റിലേക്ക് പോവാം. അപ്പം ഓരോ വിഷയത്തിലും, ഇപ്പോൾ നിങ്ങളുടെ ചരിത്രം, ഭൂമിശാസ്ത്രം, അങ്ങനെ ഓരോ വിഷയത്തിലും ഞാനിവിടെ എത്ര ടോപ്പിക് ആ സിലബസിൽ ഉണ്ട് എന്നും അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കും, അതായത് ബാക്കിയുള്ളൊന്നും പഠിക്കേണ്ടാവുന്നല്ല കേട്ടോ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബാക്കിയുള്ള എല്ലാം പഠിക്കാൻ സമയമുള്ളവനെല്ലാം പഠിക്കാം, എല്ലാം പഠിച്ചു കഴിഞ്ഞവൻ എല്ലാം റിവിഷൻ ചെയ്യാം. പക്ഷേ ഒരു അന്തിമ സംഭവം എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. അപ്പോൾ കേരള ചരിത്രത്തിൽ 8 ഏരിയകൾ കൊടുത്തിട്ടുണ്ട്. ആ സിലബസിനെ മൊത്തം 8 ആക്കി മുറിക്കാം, ഓരോ പോയിന്റുകൾ. അങ്ങനെ 8 ആക്കി മുറിക്കുന്നതിൽ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഒന്ന് സാമൂഹ്യ നവോത്ഥാന സംഘടനകൾ, 2 ദേശീയ പ്രസ്ഥാനം. ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന ടോപ്പിക്കുകൾ ഈ 8 ടോപ്പിക്കുകളിൽ ഈ 2 ടോപ്പിക്കുകളാണ് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക? അത് നന്നായിട്ട് നോക്കി വെക്കുക. ഓക്കെ. ഇന്ത്യ ചരിത്രത്തിൽ 13 ടോപ്പിക്കുകളുണ്ട്. അതിൽ നിന്ന് 3 ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പിക്ക് ചെയ്ത് തരുന്നത്. ഒന്ന് ബ്രിട്ടീഷ് ആധിപത്യവും ആദ്യകാല ചെറുത്തുനിൽപ്പുകളും. ബ്രിട്ടീഷുകാരുടെ ഇവിടെയുള്ള ആധിപത്യവും അതിനെതിരെ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആദ്യകാല ചെറുത്തുനിൽപ്പുകളും വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. പിന്നെ 1ാം സ്വാതന്ത്ര്യ സമരം, പിന്നെ സംസ്ഥാന പുനഃസംഘടന. സംസ്ഥാന പുനഃസംഘടന എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തുള്ളത് മാത്രമല്ല, അതിനുശേഷം സംസ്ഥാനങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇപ്പോൾ നിലവിൽ എത്ര കേന്ദ്രഭരണ പ്രദേശം, എത്ര സംസ്ഥാനങ്ങൾ എന്നുള്ള രീതിയിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതിൽ ഏറ്റവും തുടക്കത്തിലുള്ള ആ കാലഘട്ടത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയും ദെൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് അവിടെ വേണ്ടത്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം ചരിത്രം മൊത്തത്തിലുള്ള മാർക്ക് ഇത്രയാണ്. അതിൽ തന്നെ എത്രയോ കെട്ടുകണക്കിന് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് ഒരു 3 ടോപ്പിക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ത്യ ചരിത്രത്തെ സെലക്ട് ചെയ്തത്. കേരള ചരിത്രത്തിൽ 2 ടോപ്പിക്, ദെൻ ലോക ചരിത്രത്തിലും 2 ടോപ്പിക്. 7 ടോപ്പിക് ഉള്ളതിൽ 2 ടോപ്പിക് ഇതൊന്ന് കൈവച്ച് നോക്കുക. റഷ്യൻ വിപ്ലവവും പിന്നെ അവസാന സമയത്ത്
മൊത്തം തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ടോപ്പിക്കുകളിലേക്ക് ഒന്ന് കടന്നു പോയേക്കുക. റഷ്യൻ വിപ്ലവം പഠിക്കുന്ന ടോപ്പിക് അത് വൃത്തിയായിട്ട് തീർക്കണേ. അതിൽ പിന്നെ വെള്ളം ചേർക്കലില്ല, അവിടെ ഇവിടെ കുറച്ച് വായിച്ചു പോകലില്ല, കംപ്ലീറ്റ് തീർത്തിരിക്കണം. എന്നാലേ ആൻസർ ചെയ്യാൻ പറ്റൂ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. UN അടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകൾ, ഈ 2 ടോപ്പിക്കുകൾ ലോക ചരിത്രത്തിൽ 2 ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കാം. ദെൻ ഭൂമിശാസ്ത്രത്തിൽ ആദ്യം പൊതുഭൂമിശാസ്ത്രത്തിൽ 17 ടോപ്പിക്കുകളുണ്ട്. അതിൽ നിന്ന് 3 ടോപ്പിക്കുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന, ബ്ലൂ പ്രിന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിയുടെ ഘടന, ദെൻ അന്തരീക്ഷം, ദെൻ മാപ്പുകൾ. ഈ 3 ടോപ്പിക്കുകളാണ് CPO പരീക്ഷകളിൽ, +2 ലെവൽ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് വരുന്നത്. അപ്പോൾ ഈ 3 ടോപ്പിക്കുകളെങ്കിലും മിനിമം നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ 12 ടോപ്പിക്കുകളുണ്ട്. അതിൽ 3 ടോപ്പിക്കുകൾ ഞാൻ സെലക്ട് ചെയ്തത്. ഒന്ന് നദികൾ, പിന്നെ കൃഷി, ഇന്ത്യയുടെ കൃഷി, കാർഷിക കാലങ്ങൾ, വിളവ് കാലങ്ങൾ, വിളകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ഉത്തരപർവ്വത മേഖല, ഭൂപ്രകൃതി വിഭജനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉത്തരപർവ്വത മേഖലയാണ് +2 ലെവൽ എക്സാമുകളിൽ. അപ്പം ഈ 3 ടോപ്പിക്കുകളെങ്കിലും നന്നായിട്ട് നോക്കി വെക്കുക. നോക്കുന്ന സാധനം കംപ്ലീറ്റ് ആയിട്ട് അവിടെ പഠിച്ചു വെക്കണം. അവിടെ നിന്ന് എങ്ങനെ ചോദ്യം വന്നാലും ആൻസർ ചെയ്യുന്ന രീതിയിൽ പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ കേരള ഭൂമിശാസ്ത്രത്തിൽ 10 ടോപ്പിക്കുകളുണ്ട്. അതിൽ ഒറ്റ ടോപ്പിക്ക് മാത്രം ഞാൻ സെലക്ട് ചെയ്യുന്നു, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും. മിക്ക പരീക്ഷകളും ഇവിടെ നിന്നൊരു ചോദ്യം മിക്കവാറും വരും. കേരളവുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി, ഗവേഷണ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. 10 ടോപ്പിക്കിലിട്ട് ഞാൻ ഒറ്റ ടോപ്പിക്കേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ദെൻ സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് പോകുമ്പോൾ, സാമ്പത്തിക ശാസ്ത്രത്തിൽ 9 ടോപ്പിക്കാണുള്ളത്. അതിൽ 4 ടോപ്പിക്കുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നല്ല ചോദ്യ സാധ്യതയുള്ളതാണ്. ഒന്ന് നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനും, 2 ടോപ്പിക്ക്. പിന്നെ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, പിന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ. ഇങ്ങനെ 4 ടോപ്പിക്കുകളാണ് സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ടോപ്പിക്ക്. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും ക്ലിയർ ചെയ്യാം. 9 ടോപ്പിക്കും പഠിച്ചാൽ അവിടെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് 5 മാർക്ക് അവിടെ ഉറപ്പിക്കാൻ പറ്റും. ഈ മിനിമം ഈ 4 ടോപ്പിക്കെങ്കിലും പഠിച്ചാൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? 3-4 മാർക്ക് നേടാനും പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ. ദെൻ ഭരണഘടന 9 ടോപ്പിക്കുകളാണുള്ളത്. അത് മുഴുവൻ ടോപ്പിക്കും പഠിച്ച് അവിടെ നിന്നുള്ള 8 മാർക്കും ഉറപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത്. കാരണം അവിടെ 8 മാർക്കിനുണ്ട്, കൂടുതൽ മാർക്കിനുള്ളൊരു ഏരിയയാണ്. അപ്പോൾ നന്നായിട്ട് ആ ഒരു സിലബസ് ഏരിയ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് തുടക്കം മുതലേ. ആ ഒരു സ്റ്റഡി പ്ലാനിലൊക്കെ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 ടോപ്പിക് എന്ന് പറയുന്നത്, ഒന്ന് ഭരണഘടനാ നിർമ്മാണ സമിതി, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, അതിൽ തന്നെ പ്രത്യേകിച്ചും രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒക്കെയാണ് കൂടുതലും പരീക്ഷയിൽ വരുന്നത്. പിന്നെ ലിസ്റ്റുകൾ, ഓക്കെ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. പിന്നെ മൗലികാവകാശങ്ങളും മൗലിക കടമകളും, പിന്നെ ഭരണഘടനാ ഭേദഗതി. ഇത്രയും ടോപ്പിക്കുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇവിടെ കംപ്ലീറ്റ് പഠിക്കുക എന്നുള്ളതാണ്. 8 മാർക്കിനുള്ള ഒരു ഏരിയയാണ്. അതായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യാത്തവർ മിനിമം ഈ ടോപ്പിക്കുകളെങ്കിലും നോക്കുക. പ്രത്യേകിച്ചും +2 ലെവൽ പരീക്ഷകളിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് ഈ മൗലികാവകാശങ്ങളും മൗലിക കടമകളെക്കാളും പ്രാധാന്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കൂടുതൽ തവണ അത് ആവർത്തിച്ചിട്ടുണ്ട്. മറ്റ് PSC പരീക്ഷകളൊക്കെ കൂടുതലും ചോദ്യങ്ങൾ ഉണ്ടാവുക ഈ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇത് കൂടുതലായിട്ട് കടന്നു വരുന്നത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം നിങ്ങൾക്ക്. ഇനി അടുത്തത് കേരള ഭരണ സംവിധാനമാണ്. അവിടെ 12 ടോപ്പിക്കുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ടോപ്പിക്കുകൾ ഞാൻ തരുന്നു. ഒന്ന് ദുരന്ത നിവാരണ അതോറിറ്റി, 2 തണ്ണീർത്തട സംരക്ഷണം. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഇത് രണ്ടും. അവിടെ 12 ടോപ്പിക്കിലുള്ള ഈ 2 ടോപ്പിക്ക് ഞാൻ തന്നിട്ടുള്ളൂ. ഈ 2 ടോപ്പിക്ക് ഞാൻ അഡീഷണൽ ആയിട്ട് ചേർത്തതാണ്. അങ്ങനെ നോക്കുമ്പോൾ 14 ടോപ്പിക്. ഇതൊന്നും അല്ല, കേരള ഭരണ സംവിധാനത്തിൽ കറണ്ട് അഫേഴ്സ് ടച്ച് ചെയ്തുകൊണ്ടാണ് ചോദ്യങ്ങൾ കൂടുതൽ വരാറുള്ളത്, അല്ലേ? അതുകൊണ്ട് കറണ്ട് അഫേഴ്സ് അവിടെ അധികവും പരീക്ഷയിൽ വരിക കേരള സർക്കാരിൻ്റെ പ്രധാന പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ്. അത് ഇവിടെ കറണ്ട് അഫേഴ്സ് ആയിട്ട് അങ്ങ് പഠിക്കുക. കേരള ഭരണ സംവിധാനമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫേഴ്സ് ആയിട്ട് പഠിച്ചു വെക്കുക. ദെൻ കേരളത്തിൻ്റെ മന്ത്രിസഭ, ആദ്യ മന്ത്രിസഭ, ഇപ്പോഴത്തെ മന്ത്രിസഭ, അതിലെ പ്രധാന സ്ഥാനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കറണ്ട് അഫേഴ്സ് ആയിട്ട് ഇപ്പോഴത്തെ മന്ത്രിസഭയായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും പരീക്ഷയിൽ വരുന്നത്. പക്ഷേ ആദ്യ മന്ത്രിസഭയെക്കുറിച്ചും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ കേരള ഭരണ സംവിധാനത്തിൽ ഈ 12 ടോപ്പിക്ക് സിലബസിൽ എഴുതിയിരുന്ന ഈ 2 ടോപ്പിക്കും പിന്നെ ഈ 2 ടോപ്പിക്കുമാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദ്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. ദെൻ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 7 ടോപ്പിക്കാണുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന 4 ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. വിറ്റാമിനുകളും ധാതുക്കളും, അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളും എന്നുള്ള ആ ടോപ്പിക്ക്. പിന്നെ രോഗങ്ങളും രോഗകാരികളും, പിന്നെ ആരോഗ്യക്ഷേമ പദ്ധതികൾ, ജീവിതശൈലി രോഗങ്ങൾ. ഇത് ഞാൻ എളുപ്പത്തിൽ പഠിക്കാവുന്നത് കൂടി സെലക്ട് ചെയ്തതാണ്. ഇവിടെ ഹ്യൂമൻ ബോഡി ഉണ്ടല്ലോ, ഹ്യൂമൻ ബോഡികളെ സംബന്ധിച്ച് ഈ ലാസ്റ്റ് ടൈമിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കാണോ? അവിടെ ചോദ്യം ഉറപ്പാണ്. ഹ്യൂമൻ ബോഡിയിൽ നിന്ന് എന്തായാലും ചോദ്യം ഉണ്ടാവും. അത് ചിലപ്പോൾ ഒന്നും കൂടുതൽ ചോദ്യം ഉണ്ടാവാം. പക്ഷേ നമുക്ക് ഈ ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ ഹ്യൂമൻ ബോഡിയിൽ ബന്ധപ്പെട്ട മൊത്തം ടോപ്പിക്കുകൾ പഠിച്ചെടുക്കാൻ പറ്റില്ല. അതിൽ ഹൃദയം, അല്ലേ, ബ്രെയിൻ, തലച്ചോറ്, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്നത്.
പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ചാപ്റ്റർ മൊത്തമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ തീർത്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിച്ചവരും ഒക്കെ റിവിഷൻ ചെയ്യുക, അല്ലാത്തവർ ഈ 4 ടോപ്പിക്കുകളെങ്കിലും നോക്കി വെക്കുക. ജീവിതശൈലി രോഗങ്ങൾക്ക് വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഒട്ടുമിക്കവാറും ചോദ്യപേപ്പറുകളിൽ നിങ്ങൾക്ക് ചോദ്യം ഉറപ്പിച്ചെടുക്കാൻ പറ്റും. പ്രത്യേകിച്ചും പ്രമേയമൊക്കെയാണ് കൂടുതലും പരീക്ഷയിൽ വരിക. ആരോഗ്യക്ഷേമ പദ്ധതികൾ അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ കൂടുതൽ ചോദിക്കാറുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യക്ഷേമ പദ്ധതികളിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കണ്ടുവരാറുണ്ട്. ഓക്കെ, യെസ്. ദെൻ ഭൗതിക ശാസ്ത്രം 8 മൊഡ്യൂളുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഓരോ മൊഡ്യൂളിലും കുറേ പോയിന്റുകളുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സബ് ടോപ്പിക്കുകളുണ്ട്. അത് ഞാൻ ചേർത്തിട്ടില്ല. 8 ടോപ്പിക്കായിട്ട് അതിനെ കാണാം, അല്ലെങ്കിൽ 8 മൊഡ്യൂളായിട്ട് കാണാം. അങ്ങനെയുള്ളതിൽ നിന്ന് 3 മൊഡ്യൂൾ പഠിക്കുക. ഏതൊക്കെ മൊഡ്യൂൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? ഒന്ന് 3ാമത്തെ മൊഡ്യൂളായിട്ടുള്ള പ്രകാശം. പ്രത്യേകിച്ചും +2 ലെവൽ എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ തവണ ഈ 8 മൊഡ്യൂളിൽ ആവർത്തിച്ചിട്ടുള്ള മൊഡ്യൂൾ ഈ പ്രകാശത്തിൻ്റെ മൊഡ്യൂളാണ്. പ്രകാശത്തിൻ്റെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ അവിടെ അപവർത്തനം, പൂർണ്ണാന്തര പ്രതിഫലനം, പ്രതിപതനം, പിന്നെ എന്താണ് മറ്റ് പ്രതിഭാസങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ്, ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ് പോലെ വൈദ്യുതകാന്തിക സ്പെക്ട്രം, അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട് അവിടെ. ആ ഒരു മൊഡ്യൂളും പഠിക്കുക. ദെൻ മൊഡ്യൂൾ 6 ഇത് വേഗം തീരുന്നൊരു മൊഡ്യൂളാണ്. അഭികേന്ദ്ര ബലവും അപകേന്ദ്ര ബലവും പലായന ഗ്രഹങ്ങളും അവയുടെ പലായന പ്രവേഗവും, പിന്നെ ജിയുടെ മൂല്യം വ്യത്യാസം. ഓരോ സ്ഥലങ്ങളിലും ജിയുടെ മൂല്യം എങ്ങനെ വ്യത്യാസപ്പെടുന്നു, ചലനത്തിനനുസരിച്ചും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നുള്ള ചോദ്യം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. പല പരീക്ഷകളിലും ഇപ്പോൾ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഏരിയയാണ് മൊഡ്യൂൾ 6. പിന്നെ മൊഡ്യൂൾ 6 പ്രത്യേകിച്ചും ഈ സാധനം ജിയുടെ മൂല്യം, ഗുരുത്വാകർഷണമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ മൊഡ്യൂൾ 8 മൊഡ്യൂളിൽ 3 മൊഡ്യൂളാണ് ഞാൻ തന്നിട്ടുള്ളത്. 8ാമത്തെ മൊഡ്യൂൾ പ്രവൃത്തി, ഊർജ്ജം, പവർ, പിന്നെ ഉത്തോലകങ്ങൾ. ഈ 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉത്തോലകങ്ങൾ SCERT-യിൽ വളരെ കുറച്ചേ ഉള്ളൂ. 6ാം ക്ലാസ്സിൽ ചെറിയ ചാപ്റ്ററേ ഉള്ളൂ. പക്ഷേ അഡീഷണൽ കാര്യങ്ങൾ ചേർത്തുകൊണ്ട് അങ്ങ് പഠിക്കുക. ചെറിയ കാര്യങ്ങളെ പഠിക്കാനുള്ളൂ, പക്ഷേ ഇവിടെ മിക്കവാറും നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വെറും ഭൗതിക ശാസ്ത്രത്തിൽ വെറും ചെറിയ 3 മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയോ ഏരിയകൾ പഠിക്കണം. അതിന് പകരം ഈ 3 മൊഡ്യൂളുകൾ, ചെറിയ മൊഡ്യൂളുകൾ പഠിച്ചെടുക്കുക. ഓക്കെ. ദെൻ രസതന്ത്രം, അത് ഞാൻ ആ മൊഡ്യൂളായിട്ട് എണ്ണുന്നില്ല, കാരണം മൊഡ്യൂളായിട്ട് എണ്ണം വാദിക്കാൻ 3 മൊഡ്യൂളേ ഉള്ളൂ. പക്ഷേ 3 മൊഡ്യൂളിലായിട്ട് 19 സബ് ടോപ്പിക്കുകളുണ്ട്. ആ 19 സബ് ടോപ്പിക്കുകളിൽ 4 സബ് ടോപ്പിക്കുകൾ, 4 ചെറിയ ടോപ്പിക്കുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആറ്റം, ആറ്റത്തിൻ്റെ ഘടന എന്നുള്ള ആ ഒരു ടോപ്പിക്, ആറ്റം. ദെൻ ലായനികൾ എന്നുള്ള ടോപ്പിക്ക്. പിന്നെ pH മൂല്യം, വാതക നിയമങ്ങൾ. ഇവിടെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ചെറിയ ടോപ്പിക്കുകളായിട്ടുള്ള 4 എണ്ണം തന്നിരിക്കുന്നതാണ്. ഇത് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ളതുമാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന. അല്ലാതെ ഈ സിലബസിലുള്ള ഈ 19 ടോപ്പിക്ക് പഠിച്ച് തീരുക എന്ന് പറഞ്ഞാൽ SCERT മുഴുവൻ 5 to 10 പിന്നെ ഹയർ സെക്കൻഡറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടി വരും. നടക്കൂല. അതുകൊണ്ട് ഈ ടോപ്പിക്കുകൾ പഠിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള മാർക്കിൽ എന്തെങ്കിലും 1-2 മാർക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാൻ പറ്റും. ചിലപ്പോൾ അതിൽ കൂടിയാൽ കിട്ടിയാൽ അത്ഭുതം, നിങ്ങൾക്ക് ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ എടുക്കാം. അതല്ലാതെങ്കിൽ മിനിമം എന്ത് ചെയ്യും, 1-2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കെമിസ്ട്രിയിൽ. ഓക്കെ. പിന്നെ ലാസ്റ്റ് ഏരിയ എന്താണ്? കല, കായികം, സാഹിത്യം, സംസ്കാരം. ഇതെല്ലാം കൂടെ ചേർത്ത് 28 സബ് ടോപ്പിക്കുകളായിട്ട് നിങ്ങൾക്ക് മാറ്റാം. അതിൽ 7 ടോപ്പിക്കുകൾ, ചെറിയ 7 ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് പഠിക്കുക. ആ ചെറിയ ടോപ്പിക്കിൽ നിന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ കിട്ടും. അതേ ഇപ്പം നടക്കുള്ളൂ, കംപ്ലീറ്റ് പഠിക്കൽ നടക്കും. ഇപ്പോൾ കായിക മേഖലയിൽ ഒളിമ്പിക്സ് കംപ്ലീറ്റ് പഠിക്കൽ നടക്കും. എവിടെ നടക്കാനാ, അല്ലേ? ദേശീയ ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ്, സാഫ് ഗെയിംസ്, ഇതൊക്കെ കംപ്ലീറ്റ് പഠിച്ചെടുക്കൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ചെറിയ ചെറിയ ടോപ്പിക്കുകൾ, ട്രോഫികൾ, ഇനങ്ങൾ, ഓരോ മത്സര ഇനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന ട്രോഫികൾ, പിന്നെ കായിക ഇനങ്ങളും അതിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം, അതൊക്കെ ചെറിയ ടോപ്പിക്കുകളാണ്. അതേപോലെ പ്രധാന രാജ്യങ്ങളും അവയുടെ ദേശീയ കായിക വിനോദം എന്താണെന്നുള്ളതും. അപ്പോൾ ആ ചെറിയ ചെറിയ ടോപ്പിക്കുകളെങ്കിലും കായിക മേഖലയിൽ നിന്ന് പഠിക്കുക. അതേപോലെ തന്നെ സാഹിത്യ മേഖലയിൽ നമുക്ക് കുറേ ഉണ്ട്. അതിൽ സിനിമയുണ്ട്, ജേർണലിസം, അല്ലെ, അതുണ്ട്. പിന്നെ സാഹിത്യ പ്രസ്ഥാനങ്ങൾ, അതിലുള്ള വരികൾ, എഴുത്തുകാരങ്ങൾ, ഇഷ്ടം പോലെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇതാണ്. പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളിലെ ആദ്യ കൃതികൾ, അതിൻ്റെ കർത്താക്കളും, അത് പഠിക്കാം. പിന്നെ തൂലികാനാമങ്ങളും അപരനാമങ്ങളും പഠിക്കാം. അത് അധികമൊന്നുമില്ല, പ്രധാനപ്പെട്ടതാണ്. അത് ഒരുവിധമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. പിന്നെ ജ്ഞാനപീഠം നേടിയ മലയാളികളും അവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പഠിക്കാം. മലയാളികൾ പഠിച്ചാൽ മതി, അതാണല്ലോ ഹെഡിങ്ങിലുള്ളത്. പിന്നെ പ്രധാന അവാർഡുകൾ, ജേതാക്കൾ, കൃതികൾ, ഇത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ ഇപ്പോൾ അടുത്ത കാലത്തെ ഇന്ന് അങ്ങോട്ടേക്ക് ഒരു 3-4 കൊല്ലത്ത് പഠിക്കുക. അതിൻ്റെ ജേതാക്കൾ, അത് അവാർഡ് ജേതാക്കൾ ആരൊക്കെയാണ്, അവർ അർഹമായ കൃതികൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം പഠിക്കുക. ആ രീതിയിൽ കലയും കായികം സാഹിത്യം, പ്രത്യേകിച്ചും കായികവും സാഹിത്യവും ഇറങ്ങിത്തിരിക്കുക. കലയും സംസ്കാരവും നിങ്ങൾക്ക് വിശാലമായിട്ടുള്ള ഏരിയയാണ്, വലിയ ടോപ്പിക്കുകളാണ്, കിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, കാൽഭാഗം പഠിച്ചിട്ട് അരഭാഗം മാർക്ക് നേടുക എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറാൻ പറ്റും. അതെന്താണ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്.
ആ സ്ട്രാറ്റജി ഫോളോ ചെയ്താലാണ് സെലക്റ്റീവ് സ്റ്റഡി എന്നുള്ളത് സാധ്യമാവുള്ളൂ. പ്ലസ് ടു ലെവൽ പരീക്ഷകൾ, ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ ആ രീതിയിൽ നമ്മൾ ഏറ്റവും അടുത്ത കാലത്ത് നടന്ന പരീക്ഷകൾ അവലോകനം ചെയ്തിട്ട് ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് ആ ഏരിയകൾ പഠിച്ചെടുത്ത് കുറച്ച് മാർക്ക് അവിടെ നിന്നും കൂടി സമ്പാദിക്കാൻ പറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് നേടാൻ പറ്റും. കാരണം ഈ പരീക്ഷകളിലൊന്നും, പ്ലസ് ടു ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊന്നും കട്ട് ഓഫ് മാർക്കൊന്നും ഒരിക്കലും, അല്ലെങ്കിൽ ആദ്യം റാങ്ക് കിട്ടേണ്ട മാർക്കൊന്നും 90കളിലേക്കോ 80കളിലേക്കോ പോകുന്നില്ല. കട്ട് ഓഫ് മാർക്കുകളൊക്കെ വളരെ കുറവാണ്. വളരെ കുറവ് മീൻസ് താരതമ്യേന മറ്റു പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് ഈ രീതിയിൽ ഇത്തരം മാർക്കുകൾ നേടിയാൽ മതി. അല്ലാതെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് തീർത്ത് പഠിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഈ ദിവസങ്ങൾ കൊണ്ടും ഈ ഒരു പഠനം നടത്താൻ പറ്റും. അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന നേട്ടം വളരെ വലുതുമാണ്. ചെറിയൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന, നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് വരുത്താൻ പോകുന്ന മാറ്റം എന്നുള്ളത് എന്തായിരിക്കും, വളരെ വലുതുമായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും പരീക്ഷകൾ എളുപ്പമായിക്കട്ടെ. ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്ന് വളരെയധികം മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റട്ടെ. മറ്റു ഏരിയകൾ, അതായത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം സ്പെഷ്യൽ ടോപ്പിക്ക്, നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള ഏരിയകൾ, കറണ്ട് അഫയേഴ്സ്, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ കടന്നു വരട്ടെ എന്ന്, നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ.